എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് യു ജി 2025 പ്രവേശന പരീക്ഷ ഇന്ന് വിദ്യാർത്ഥികൾ എഴുതിയിട്ടുണ്ടാവും. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയായിരുന്നു വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് യു ജി 2025 പ്രവേശന പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ ഈസി ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പരീക്ഷ നിങ്ങൾക്ക് ഈസി ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക്, അതായത് എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയാൻ സാധിക്കാതെ, അതായത് ചില വിദ്യാർത്ഥികൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും ഈ ഒരു നീറ്റ് യു ജി 2025 പ്രവേശന പരീക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും സംശയമുണ്ടാവും. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും, അതായത് ഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ അറിയാമെങ്കിലും, എന്നാൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാത്ത വിദ്യാർത്ഥികളെല്ലാം അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയുള്ളത്. അതായത് നീറ്റ് യു ജി പരീക്ഷയ്ക്ക് ശേഷം പിന്നീടുള്ള തുടർ പഠനങ്ങൾക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, ഏത് വഴിയൊക്കെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത് എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ കാണണമെന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിയില്ലെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മതിയാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നീറ്റ് യു ജി 2025 പ്രവേശന പരീക്ഷയ്ക്ക് ശേഷം ഈ ഒരു നടക്കുന്ന പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് ശേഷം പിന്നീട് ഈ ഒരു വാലുവേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ ഈ ഒരു നീറ്റിൻ്റെ റിസൾട്ട്, അത് നീറ്റിൻ്റെ സ്കോർ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഈ ഒരു നീറ്റ് സ്കോർ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ഈ ഒരു നീറ്റ് പരീക്ഷയിൽ കിട്ടി എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു നീറ്റ് യു ജി പരീക്ഷയിൽ അതായത് ഒരു ആവറേജ് മാർക്ക് എടുക്കും, അതായത് കട്ട് ഓഫ് മാർക്കിന് വേണ്ടി ആകെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ നിന്നും ഉള്ള, അതായത് ടോട്ടൽ മാർക്കിനെ, അതായത് ആകെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ലഭിക്കുന്ന, അതായത് ഒരു മാർക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു മാർക്കാണ് കട്ട് ഓഫ് മാർക്കായിട്ട് പരിഗണിക്കുക. അപ്പോൾ ആ ഒരു കട്ട് ഓഫ് മാർക്ക്, അതായത് ഈ ഒരു നീറ്റ് പരീക്ഷ എഴുതുകയും അതിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് മാർക്ക്, അതായത് എഴുതിയ വിദ്യാർത്ഥികൾക്ക് അവർ എഴുതിയതിനനുസരിച്ച് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ മാർക്ക് കിട്ടിയ ആ ഒരു ടോട്ടൽ മാർക്ക്, അതായത് ടോട്ടൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച മാർക്കിൻ്റെ ഒരു ആവറേജ് മാർക്ക് എടുക്കും. അങ്ങനെ ആവറേജ് മാർക്ക് എടുത്തിട്ട് ആ ഒരു അതിൽ കൂടുതലോ കിട്ടിയ വിദ്യാർത്ഥികളെയാണ് പിന്നീട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് പരിഗണിക്കുക. അതായത് ആദ്യം സ്കോർ പ്രസിദ്ധീകരിക്കും. സ്കോർ പ്രസിദ്ധീകരിച്ച് ഈ ഒരു ടോട്ടൽ വിദ്യാർത്ഥികളുടെ സ്കോറിൻ്റെ ഒരു ആവറേജ് കണക്കാക്കും. അപ്പോൾ ആ ആവറേജിനേക്കാൾ മുകളിൽ മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നീട് റാങ്ക് ലിസ്റ്റിലേക്ക് പ്രവേശനത്തിനായിട്ട് തിരഞ്ഞെടുക്കും. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം തന്നെ നീറ്റ് പരീക്ഷയ്ക്കുള്ള ക്വാളിഫിക്കേഷൻ, നിങ്ങൾ അതിന് എലിജിബിൾ ആണോ എന്നുള്ള കാര്യം പരിശോധിക്കും. അതായത് നിങ്ങളുടെ +2 സെക്കൻഡ് ഇയറിലെ മാർക്കാണ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയുടെയൊക്കെ മാർക്കാണ് ഈ ഒരു നീറ്റിൻ്റെ എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സബ്ജക്റ്റുകൾക്ക് നിങ്ങൾ എലിജിബിൾ ആണോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കും. അങ്ങനെ പരിശോധിച്ച ശേഷമാണ് ഈ ഒരു നീറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. ഇങ്ങനെ നീറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയ ശേഷം നിങ്ങൾക്ക് അതിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും വിവിധ വിദ്യാർത്ഥികൾക്ക് വിവിധ സ്ഥാനങ്ങൾ, അതായത് വിവിധ റാങ്ക് ലിസ്റ്റിൽ വിവിധ സ്ഥാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം നിങ്ങൾക്ക് പിന്നീട് എങ്ങനെയാണ് അഡ്മിഷൻ എന്നുള്ള കാര്യം പറയാം. അപ്പോൾ ഈ ഒരു നീറ്റിൻ്റെ പരീക്ഷയ്ക്ക് ശേഷം പിന്നീട്, അതായത് ഈ ഒരു റിസൾട്ട് സ്കോർ വരും, അതിനുശേഷം റാങ്ക് ലിസ്റ്റ് വരും എന്നുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞു കഴിയും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് കേരളത്തിലാണ് നിങ്ങൾ അഡ്മിഷൻ നേടുന്നത് എങ്കിൽ, അതായത് കേരളത്തിൽ ഉള്ള ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് സീറ്റ് എന്ന് പറയുന്നത് 85% സീറ്റാണ്. ഇതിൽ 15%, അതായത് ഈ ഒരു ബാക്കിയുള്ള 15% സീറ്റ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ തലത്തിലുള്ള, അത് ഓൾ ഇന്ത്യ കോട്ടയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 85% സീറ്റിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നേടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കീം വഴി നിങ്ങളുടെ നീറ്റിൻ്റെ സ്കോർ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നേടണം എന്നുണ്ടെങ്കിൽ, മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് എന്ന് പറയുന്ന സമയത്ത് അതിൽ MBBS, BDS, അതുപോലെ തന്നെ ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി എന്നിങ്ങനെയുള്ള കോഴ്സുകളും, അതുപോലെ മെഡിക്കൽ അലൈഡ് കോഴ്സസിൽ അഗ്രികൾച്ചർ, ഫോറസ്ട്രി, വെറ്റിനറി, ഫിഷറീസ്, അതുപോലെ തന്നെ BTech ബയോടെക്നോളജി, അതുപോലെ തന്നെ ഉള്ള കോഴ്സുകളും വരുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സുകളിലേക്ക് നിങ്ങൾ അഡ്മിഷൻ നേടുന്നതിനായിട്ട്, അത് കേരളത്തിൽ അഡ്മിഷൻ നേടുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, ഓൾറെഡി നിങ്ങൾ കീമിൽ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു നിങ്ങളുടെ നീറ്റിൻ്റെ സ്കോർ നിങ്ങൾ കീമിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നൽകുക. അതായത് അതിനായിട്ടൊരു സമയം അനുവദിക്കും. റിസൾട്ട് വന്ന് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കീമിൻ്റെ വെബ്സൈറ്റിൽ വരുന്നതാണ്. അതുപോലെ തന്നെ കീമിൻ്റെ വെബ്സൈറ്റ് ഇതുവരെ കീമിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ, നീറ്റിന് അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും, അതുപോലെ ആ ഒരു പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുമെന്നുള്ളതും ഈ ഒരു ഡൗട്ട്സ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കീമിന് ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇനി, അതായത് ഈ ഒരു റിസൾട്ട് വരുന്നതിനോടൊക്കെ അനുബന്ധിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പൊക്കെ ആയിട്ട് ഈ ഒരു കീമിൽ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിന് ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ടുള്ള അവസരം കിട്ടും. അപ്പോൾ ആ ഒരു സമയത്ത് ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാതിരുന്ന, അതായത് കീം 2025 പ്രവേശന പരീക്ഷയ്ക്ക് ഇതുവരെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിന് രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ് നൽകാതെ, അതായത് മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കൊക്കെ നൽകിയിട്ടുണ്ട്, എന്നാൽ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സ് ഓപ്ഷൻ മാത്രം നൽകിയിട്ടില്ല, എന്നാൽ നീറ്റ് പരീക്ഷ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സ് കൂട്ടിച്ചേർക്കുന്നതിനുമുള്ള അവസരവും നൽകുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഈ രജിസ്ട്രേഷൻ ചെയ്യുകയും കൂട്ടിച്ചേർക്കേണ്ടവർക്ക് കൂട്ടിച്ചേർക്കാവുന്നതും ആണ്.
ഈ ഒരു രീതിയിൽ നിങ്ങളുടെ നീറ്റിൻ്റെ സ്കോർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നീറ്റിൻ്റെ സ്കോർ അപ്ലോഡ് ചെയ്ത വിദ്യാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് റാങ്ക് ലിസ്റ്റ് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും പിന്നീട് നിങ്ങൾക്ക് താല്പര്യമുള്ള മെഡിക്കൽ കോളേജുകളിലെ ഇഷ്ടപ്പെട്ട കോഴ്സുകൾ നിങ്ങളുടെ പ്രയോറിറ്റി ബേസ് അനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷനുകളായിട്ട് നൽകുകയും അതിനുശേഷം ആ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനും സാധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളിലേക്കും കോളേജുകളിലേക്കും നിങ്ങളുടെ പ്രയോറിറ്റി അടിസ്ഥാനപ്പെടുത്തി മാത്രം ഓപ്ഷനുകൾ നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്ക് എങ്ങനെ നിങ്ങൾ കേരളത്തിൽ കീം വഴി അഡ്മിഷൻ നേടാമെന്ന് പറഞ്ഞു. ഇതിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റാണ്. ഇനി ബാക്കിയുള്ള ഈ ഒരു 15% സീറ്റിലേക്ക് എങ്ങനെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാം എന്നുള്ള ഒരു കാര്യമുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് 15% സീറ്റ് വിവിധ സംസ്ഥാനങ്ങളിലായിട്ട്, അതായത് കേരളത്തിൽ 15% ഉണ്ടാവും, അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഓരോ സംസ്ഥാനങ്ങളിലും 15% സീറ്റുകൾ ഒഴിവുണ്ടാവും. ആ ഒരു സീറ്റുകൾ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ തലത്തിലുള്ള സീറ്റാണ്. അപ്പോൾ ഈ ഒരു ഓൾ ഇന്ത്യ തലത്തിലുള്ള സീറ്റിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനായിട്ട് നീറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം നിങ്ങൾക്ക് MCC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. അത് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി എന്നുള്ളതാണ് MCCയുടെ ഫുൾ ഫോം. അപ്പോൾ ഈ ഒരു MCC വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് കൗൺസിലിങ്ങിനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം. കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സിനെയാണ് കൗൺസിലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ MCCയുടെ അതായത് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ ഈ ഒരു കൗൺസിലിംഗ് നടപടികൾ ആരംഭിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിൽ രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ നിങ്ങളുടെ പ്രയോറിറ്റി ബേസ് അനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകി അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു അതായത് ഗവൺമെൻറ് കോളേജ് അതുപോലെ തന്നെ ഈ ഒരു പ്രൈവറ്റ് കോളേജുകളിലൊക്കെ അഡ്മിഷൻ നേടുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ നിശ്ചിത തുക ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇനത്തിലായിട്ട് ഈ ഒരു MCC വെബ്സൈറ്റ് വഴി ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു അടക്കേണ്ടതായിട്ട് വരികയും പിന്നീട് നിങ്ങൾ അഡ്മിഷൻ നേടാതിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്കത് റീഫണ്ടായിട്ട് ലഭിക്കുകയും ചെയ്യും. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കീമിൻ്റെ വെബ്സൈറ്റിലും ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി നിങ്ങൾക്ക് അതായത് നീറ്റിൻ്റെ സ്കോർ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ശേഷം പിന്നീട് കീമിൻ്റെ വെബ്സൈറ്റിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കപ്പെടുകയും റാങ്ക് ലിസ്റ്റ് വരികയും ചെയ്യും. പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെഡിക്കൽ കോളേജുകളിൽ നിങ്ങൾക്ക് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നൽകാം എന്ന് പറഞ്ഞു. ഇങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഏകദേശം 5000 രൂപയോളം നിങ്ങൾ ഈ ഒരു അതായത് രജിസ്ട്രേഷൻ ഫീസായിട്ട് ആദ്യം അടക്കേണ്ടതായിട്ട് വരികയും പിന്നീട് അതായത് നിങ്ങൾ ഇങ്ങനെ അടക്കുന്ന അതായത് ആദ്യം നേരത്തെ MCC വെബ്സൈറ്റിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് ഇത്ര പൈസ അടക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പൈസ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജ് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടുന്ന സാഹചര്യത്തിൽ ആ ഒരു നിങ്ങൾ കോളേജിൽ അടക്കേണ്ട ഫീസിലേക്ക് ഇത് കൂട്ടുകയും ചെയ്യുന്നതാണ്. അത് ആദ്യം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അടക്കുന്ന ഈ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ടുള്ള തുക നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ നേടുന്ന സാഹചര്യത്തിൽ ആ ഒരു കോളേജിലെ ഫീസിൻ്റെ കൂടെ ആഡ് ചെയ്ത് ചേർക്കുകയും ചെയ്യും. അപ്പോൾ കോളേജിൽ ബാക്കി ഫീസ് മാത്രം നിങ്ങൾ പിന്നീട് അടയ്ക്കുകയും ചെയ്താൽ മതി. അതായത് അഡ്മിഷൻ നേടുന്ന സമയത്ത് അടക്കുകയും ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് നീറ്റ് വഴി അല്ലാതെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ അത് നീറ്റ് വഴി അല്ലാതെ എന്നല്ല നീറ്റ് വഴി തന്നെ അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന മറ്റ് വിവിധ കോഴ്സുകളാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. BSc നഴ്സിംഗ് എന്ന് പറയുന്നത് ചില സംസ്ഥാനങ്ങളിൽ നീറ്റിൻ്റെ സ്കോർ അടിസ്ഥാനപ്പെടുത്തി BSc നഴ്സിംഗ് കോഴ്സിന് അഡ്മിഷൻ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ചില യൂണിവേഴ്സിറ്റികൾ ചില കോഴ്സുകളിലേക്ക് ഈ ഒരു നീറ്റ് സ്കോർ അടിസ്ഥാനപ്പെടുത്തി അഡ്മിഷൻ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന BSc നഴ്സിംഗ് കോഴ്സിന് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസസ് എന്ന് പറയുന്നത്. അവിടെ പെൺകുട്ടികൾക്കാണ് സാധാരണഗതിയിൽ ഈ ഒരു മിലിറ്ററി നഴ്സിംഗ് സർവീസസിൽ നിങ്ങൾക്ക് അതായത് MNS എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പത്രത്തിലും അതുപോലെ തന്നെ ഈ ഒരു ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിലും വരുന്നതാണ്. അപ്പോൾ MNS എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു പോസ്റ്റ് അതായത് മിലിറ്ററി നഴ്സിംഗ് സർവീസസിൽ നിങ്ങൾക്ക് BSc നഴ്സിംഗ് പഠിക്കുന്നതിനായിട്ടുള്ള അവസരം കിട്ടും. പെൺകുട്ടികൾക്കാണ് ഈ ഒരു MNS അതായത് മിലിറ്ററി നഴ്സിംഗ് സർവീസസിൽ ജോയിൻ ചെയ്യാൻ പറ്റുക. ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ആ ഒരു സമയത്ത് അതായത് ഈ ഒരു നീറ്റ് റിസൾട്ട് വരുന്ന സമയത്ത് തന്നെ അതിൻ്റെ അപേക്ഷയും കാര്യങ്ങളൊക്കെ ആരംഭിക്കും. നിങ്ങൾ ഈ ഒരു മിലിറ്ററി നഴ്സിംഗ് സർവീസസിൽ BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയിൽ അതായത് ഏകദേശം ഒരു ലെഫ്റ്റനൻറ്റ് പദവിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു പദവിയിലാണെന്നാണ് തോന്നുന്നത്. ആ ഒരു പദവിയിൽ നിങ്ങൾക്ക് BSc നഴ്സിംഗിൽ ജോലി ലഭിക്കുന്നത് ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് മറ്റ് അവസരം എന്ന് പറയുന്നത്. അതുപോലെ വിവിധ കോഴ്സുകൾ ഈ ഒരു നീറ്റിൻ്റെ സ്കോർ അടിസ്ഥാനപ്പെടുത്തി അഡ്മിഷൻ നൽകുന്ന വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ രാജ്യത്തുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് നീറ്റിൻ്റെ സ്കോർ പ്രയോജനപ്പെടുത്തി നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നീറ്റിൻ്റെ സ്കോർ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കും. പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ആദ്യം പറഞ്ഞ പ്രകാരം നിങ്ങൾക്ക് കേരളത്തിലെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്ക് എങ്ങനെ അഡ്മിഷൻ നേടാമെന്ന് മനസ്സിലായിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ തല കോട്ടയിൽ വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾക്ക് ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിൽ എങ്ങനെ അഡ്മിഷൻ നേടാം എന്ന് മനസ്സിലായിട്ടുണ്ടാകും. അതുപോലെ തന്നെ മിലിറ്ററി നഴ്സിംഗ് സർവീസസിൽ നിങ്ങൾക്ക് എങ്ങനെ BSc നഴ്സിംഗ് പഠിക്കാം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും. അതിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ഒരു നീറ്റ് സ്കോർ അടിസ്ഥാനപ്പെടുത്തി BSc നഴ്സിംഗ് കോഴ്സിന് അഡ്മിഷൻ നൽകുന്ന ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.